ആലപ്പുഴയിൽ പ്രസവം നിർത്തൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ ആശാശരത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ശസ്ത്രക്രിയയ്ക്കിടയിലെ സങ്കീർണതകളെ തുടർന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പഴവീട് സ്വദേശിയായ ആശാശരത്ത് മരിച്ചത്. മരണം സംബന്ധിച്ച മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയാകുന്നതിനിടെയാണ് 31 വയസ്സുകാരിയായ ആശ ഗുരുതരാവസ്ഥയിലായത്. തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. കടപ്പുറത്തെ ആശുപത്രിയിൽ പുരുഷ ഡോക്ടറാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഈ സർക്കാരിന്റെ ആൾക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ അനാസ്ഥയും ഈ WC ഹോസ്പിറ്റലിന്റെ അനാസ്ഥ മൂലമാണ് ഈ ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്. ഈ WC ഹോസ്പിറ്റലിന്റെ ഈ ഡോക്ടറിനെ ഈ പറയുന്ന ഈ ഗൈനക്കോളജിസ്റ്റും ഈ പറയുന്ന അനസ്തേഷ്യോളജിസ്റ്റും ഈ രണ്ട് ഡോക്ടർമാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വലയം തന്നെ ഇവരൊരു ഗ്രൂപ്പ് ആയിട്ട് നടത്തിയിട്ടുണ്ട്. ബന്ധുക്കൾ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം. ഇതിനിടയിലാണ് ബന്ധുക്കളുടെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ സമയത്ത് സങ്കീർണതകൾ ഉണ്ടായി എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ എന്തുതരം സങ്കീർണതയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമല്ല. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതും തലച്ചോറിൽ നീർക്കെട്ടുണ്ടായതും ഹൃദയാഘാതമുണ്ടായതും മരണത്തിനിടയാക്കിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. സർജറിക്ക് മുമ്പായി ആശ ആരോഗ്യ പരിശോധനകൾക്ക് വിധേയായിരുന്നതായും യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ഈ സംഭവങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ നീതി പ്രതീക്ഷിച്ച പോലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിച്ച ഡോക്ടർ കൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇത് തുടങ്ങണമെന്ന് പറഞ്ഞ അതേ ആൾക്കാർ തന്നെ നിയോഗിച്ച കേസിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷന്റെ കോംപ്ലിക്കേഷൻ മൂലമുണ്ടായ മരണമാണെന്ന് ക്ലിയർ കട്ടായിട്ട് നമുക്കിതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മരണത്തിലേക്ക് ഈ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഇവർ ഈ സംഭവം പറയുന്നതിലേക്ക് നയിച്ച കാരണമാണ് ഈ ഉണ്ടായ ഒരു കോംപ്ലിക്കേഷൻ മൂലമാണ് ഇതിനകത്ത് ഇത് നമുക്ക് തന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ പോലീസ് സർജനെ ഉൾപ്പെടുത്തി മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് അന്വേഷിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഈ ഒരു ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറേ ആൾക്കാർ, കുറേ പെൺകുട്ടികൾ ഉണ്ട്, വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അവർക്കൊന്നും ഇനി ഈ ഒരു ഗതി വരാൻ പാടില്ല. കാരണം ഈ ആലപ്പുഴയിൽ ഈ ഒരു ഒറ്റ ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ ഇത് ചെയ്യുന്നത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ഇനി വെയിറ്റിംഗിലുണ്ട്. അറിയാവോ? ഇപ്പൊ എൻ്റെ രണ്ട് പിള്ളേരാണ്. ഇളയാക്കി ആണെങ്കിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ഒരു ഇത് വരും. അതാകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് ഉറക്കുളച്ച് വേണം നിൽക്കാനൊക്കെ, കുഞ്ഞിൻ്റെ ഒക്കെ നിൽക്കാനായിട്ട്. യുവതിയുടെ മരണം നടന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആരോഗ്യവകുപ്പ് വിഷയത്തിൽ യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. അമ്പലപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ജനം, ആലപ്പുഴ.